ഓക്കെ, ഇപ്പൊ എത്ര വയസ്സുണ്ട്? 81 കഴിഞ്ഞു. 81 വയസ്സുണ്ട്. എന്റെ ഹസ്ബൻഡ് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി. മാർത്തോമയിലാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നത്. പിന്നെ പോയപ്പോ പിന്നെ ഞങ്ങൾക്ക് വേദപുസ്തകം വായിക്കാൻ പാടില്ലാത്തൊരു സാഹചര്യം വന്നു. വേദം വായിക്കാൻ സമ്മതിക്കൂലായിരുന്നു. അങ്ങനെ ഒളിച്ചും പാർത്തും പതുങ്ങിയാണ് ഞങ്ങൾ ബൈബിൾ വായിച്ചത്. അങ്ങനെയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് പുള്ളി വീട്ടിൽ നിന്ന് പോകുന്നതും ഉടനെ തന്നെ വേദപുസ്തകം എടുക്കും, വായിക്കും. അങ്ങനെ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണിയിട്ടില്ല. ബൈബിൾ ഒരുപാട് തവണ മുഴുവൻ ബൈബിളും വായിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains, powered by Good News Live. പ്രേക്ഷകർക്ക് ബൈബിൾ ബ്രെയിൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ പുതുക്കിയ പരമ്പരയിൽ 5 പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം, 1 ശമൂവേൽ, ആമോസ് എന്നിവ പഴയ നിയമത്തിൽ നിന്നും, മത്തായിയും 2 കൊരിന്ത്യർ ലേഖനവും പുതിയ നിയമത്തിൽ നിന്ന്. ഈ 5 പുസ്തകങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ ചോദിക്കുകയും മത്സരാർത്ഥികൾ ഉത്തരം പറയുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊത്ത് മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു മത്സരാർത്ഥിയാണ്. ആ പ്രത്യേകത എന്താണെന്ന് മത്സരാർത്ഥിയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നത്തെ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ബൈബിൾ ബ്രെയിൻസിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അമ്മച്ചിയെ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേരും സ്ഥലവും. എന്റെ പേര് റിബേക്ക ജോൺ. സ്ഥലം വെഞ്ഞാറമൂട്ടിനടുത്ത് പിരപ്പൻകോട്. ഓക്കെ, ഇപ്പൊ എത്ര വയസ്സുണ്ട്? 81 കഴിഞ്ഞു. 81 വയസ്സുണ്ട്. ഓർമ്മയൊക്കെ നല്ലപോലെ വായിച്ചതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ എത്ര നാളായി വിശ്വാസത്തിൽ വന്നിട്ട്? 50 വർഷം വരെ ആവും. 50 വർഷത്തോളമായി വിശ്വാസത്തിലേക്ക് വന്നിട്ട്. അപ്പൊ 50 വർഷത്തിന്റെ ബൈബിൾ പഠനം അമ്മച്ചിയുടെ ഹൃദയത്തിലുണ്ട്, ഓർമ്മയിലുണ്ട്. ഇല്ല? എങ്ങനെയാണ് ഇത് അമ്മച്ചി ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ഓർത്തിരിക്കുകയും ചെയ്യും? നിരന്തരമായി വായിച്ച് കാണാപ്പാടമാക്കുന്നത് എങ്ങനെയാണ്? ദിവസവും ദൈവവചനം ധ്യാനിക്കും. അങ്ങനെ ധ്യാനിക്കുന്നതിലൂടെയാണ് ഇത് ഓർത്തിരിക്കാൻ പറ്റുന്നത്. മിക്കവാറും ആളുകൾ പറയുന്നത് ദൈവവചനം വായിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ കൂടുതൽ പ്രസംഗങ്ങൾ കേൾക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ കഴിയും എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള അനുഭവം അമ്മച്ചിക്ക് കാണുമല്ലോ. പ്രസംഗങ്ങൾ കേട്ടതൊക്കെ മനസ്സിൽ കാണും. അപ്പോൾ ഉദ്ധരിച്ച വാക്യങ്ങള്, കഥാപാത്രങ്ങള്, ചരിത്ര സംഭവങ്ങള്, അതൊക്കെ അങ്ങനെ മനസ്സിൽ നിൽക്കാൻ സാധ്യതയുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്.
അപ്പം ഇന്ന് ഏതായാലും എന്തുകൊണ്ടാ ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ മത്സരത്തിൽ വന്ന് പങ്കെടുക്കാന്ന് ചിന്തിച്ചത്? ഒരാഗ്രഹം. അപ്പം നല്ലപോലെ മത്സരിക്കാൻ പറ്റട്ടെ, ഈ സമയത്ത് നല്ല ഓർമ്മ ഉണ്ടാകട്ടെ, നല്ല ചോദ്യങ്ങൾ വരട്ടെ, നല്ലവണ്ണം ഉത്തരം പറയാൻ കഴിയട്ടെ, റൗണ്ടുകളൊക്കെ പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ 1-2 മത്സരാർത്ഥികൾ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. 8 പതിറ്റാണ്ട് കഴിഞ്ഞ ഒരാൾ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ മത്സരിക്കുന്നത്. ദൈവം ഇത്രയും കൃപ അമ്മച്ചിക്ക് തന്നല്ലോ. അപ്പൊ നമുക്ക് മത്സരത്തിലോട്ട് പോകാം. ഇതാ നമ്മുടെ മത്സരത്തിൽ 15 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ 6 ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ 1000 രൂപയുടെ നിശ്ചയമായ സമ്മാനത്തുക കിട്ടും. അത് പിന്നെ നഷ്ടപ്പെടില്ല. അടുത്ത 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 3000 രൂപയുടെ നിശ്ചയമായ സമ്മാനത്തുക. അതിൽ നിന്നും പിന്നിലേക്ക് പോകേണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 4 ചോദ്യത്തിന് 7000 രൂപയുടെ സമ്മാനത്തുക. 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെങ്കിലാണ് 7000 രൂപയുടെ സമ്മാനത്തുക കിട്ടും. ഒടുവിൽ 15ാമത്തെ ചോദ്യം 10000 രൂപയുടെ ബമ്പർ ചോദ്യമാണ്. 15 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി, അമ്മച്ചിക്ക് നല്ലൊരു സമ്മാനത്തുക കിട്ടും. 15 നമ്മൾ പരിശ്രമിക്കല്ലേ? നോക്കാം 15 ഉത്തരം പറയാൻ പറ്റുമോ. മുമ്പിലേക്ക് നമുക്ക് പോകാം. മത്സരം ആരംഭിക്കാം. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. യോസെഫിന് സാപ്നത് പനേഹ് എന്ന പേര് നൽകിയത് ആരാണ്? ഓപ്ഷൻ എ പൊത്തിഫർ, ഓപ്ഷൻ ബി ഫറവോൻ, ഓപ്ഷൻ സി പാനപാത്രവാഹകൻ, ഓപ്ഷൻ ഡി യാക്കോബ്. ആരാണ് ആ പേര് നൽകിയത്? ഫറവോൻ. ഓപ്ഷൻ ബി ഫറവോൻ എന്ന ഉത്തരം അമ്മച്ചി ഉറപ്പിച്ചു പറയുകയാണ്. നമുക്ക് നോക്കാം, ഓപ്ഷൻ ബി ഫറവോൻ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം വളരെ ശരിയാ. പച്ച കത്തി. അമ്മച്ചി നോക്കിയാൽ മതി, പച്ച കത്തുമ്പോൾ ഉത്തരം ശരിയാണ്. അമ്മച്ചിയുടെ ഉത്തരത്തിൽ ചുമലയാണെങ്കിൽ പുറത്തുപോയി. അമ്മച്ചിയുടെ ഉത്തരത്തിൽ പച്ച കത്തിയാൽ നമ്മൾ മുമ്പിലേക്ക് പിന്നെയും പോകും. ചുമല കത്തിയാൽ നമ്മുടെ മത്സരം അവിടെ കൊണ്ട് അവസാനിച്ചു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ആമോസ് ആരായിരുന്നു? ഓപ്ഷൻ എ ഇടയൻ, ഓപ്ഷൻ ബി പുരോഹിതൻ, ഓപ്ഷൻ സി രാജാവ്, ഓപ്ഷൻ ഡി ഗ്രഹവിചാരകൻ. ആമോസ് ആരായി? ഓപ്ഷൻ എ ഇടയൻ എന്ന ഉത്തരവാണ് അമ്മച്ചി ഉറപ്പിക്കുന്നത്. തെക്കോവയിലെ ഇടയൻ. ആ ഉത്തരവും ശരിയാണ്. അമ്മച്ചിയുടെ ഉത്തരത്തിൽ വീണ്ടും ഒരു പച്ച കൂടെ കത്തിയിട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പച്ച ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് വരട്ടെ അല്ലേ? ഇടയ്ക്കൊരു ചുമല് വരണമെന്ന് തോന്നുന്നുണ്ടോ? വേണ്ട, പച്ച മാത്രം മതി തൽക്കാലത്തേക്കല്ലേ. നമുക്ക് നോക്കാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നത് ആര്? ഓപ്ഷൻ എ മീഖൾ, ഓപ്ഷൻ ബി സാറ, ഓപ്ഷൻ സി ബെഥേൽ, ഓപ്ഷൻ ഡി അബീഗയിൽ. ഇതിൽ വിവേകമുള്ളവളും സുന്ദരിയും ആരായിരുന്നു? അബീഗയിൽ. അബീഗയിൽ ഉറപ്പിക്കാം, സംശയമില്ല. മീഖളിനെ കുറിച്ചൊരു ചിന്ത വന്നോ? ഇല്ലല്ലോ. മീഖള് സുന്ദരിയായിരുന്നു, പക്ഷെ വിവേകമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ചിന്ത നമുക്കുണ്ടല്ലേ. ഓക്കെ, ഓപ്ഷൻ ഡി അബീഗയിൽ എന്ന ഉത്തരം ശരിയാണോ? അബീഗയിൽ എന്ന ഉത്തരം ശരിയാണ്. ആദ്യത്തെ റൗണ്ടിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. വേഗത്തിൽ ചോദ്യങ്ങൾക്ക് അമ്മച്ചി ഉത്തരം പറയുന്നുണ്ട്. നമുക്ക് നാലാമത്തെ ചോദ്യം ചോദിക്കാം. ആദ്യത്തെ റൗണ്ടിലെ നാലാമത്തെ ചോദ്യം. മലമേലിരിക്കുന്ന ഡാഷ് മറഞ്ഞിരിക്കാൻ പാടില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അതേതാണ്? ഓപ്ഷൻ എ നഗരം, ഓപ്ഷൻ ബി വെളിച്ചം, ഓപ്ഷൻ സി പട്ടണം, ഓപ്ഷൻ ഡി വൃക്ഷം. ഏതാണ്? പട്ടണം. ഓപ്ഷൻ സി പട്ടണം. ലഘുവായ ഒരു ഉത്തരമാണ്. നമുക്ക് നോക്കാം, ഓപ്ഷൻ സി പട്ടണം എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ റൗണ്ടിൽ 2 ചോദ്യം കൂടെ ഉള്ളൂ. ആ 2 ചോദ്യം കൂടെ പൂർത്തീകരിച്ചാൽ ഒരു ഉത്തരത്തിലേക്ക്, ഒരു സമ്മാനത്തുകയിലേക്ക് എത്തുകയാണ്. ഈ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം തേജസിന്റെ എന്ത് കിട്ടുവാനാണ് ഹേതുവാകുന്നത്? ഓപ്ഷൻ എ നിത്യഭവനം, ഓപ്ഷൻ ബി നിത്യഘനം, ഓപ്ഷൻ സി പരിജ്ഞാനം, ഓപ്ഷൻ ഡി പ്രകാശനം. എന്താണ്? നിത്യഘനം. ഓപ്ഷൻ ബി
നിത്യഘനം, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം നിങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ആണല്ലേ? ഓപ്ഷൻ സി നിത്യഘനം എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിശ്ചയമായും 1000 രൂപ സമ്മാനത്തുക, നഷ്ടപ്പെടാത്തൊരു സമ്മാനത്തുക അമ്മച്ചിക്ക് കിട്ടും. ഓക്കെ, റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ഇവരിൽ തേരഹിന്റെ മകൻ അല്ലാത്തത് ആര്? ഓപ്ഷൻ എ അബ്രഹാം, ഓപ്ഷൻ ബി നാഹോർ, ഓപ്ഷൻ സി ലോത്ത്, ഓപ്ഷൻ ഡി ഹാരാൻ. ആരാണ് തേരഹിന്റെ മകൻ അല്ലാത്തത്? ലോത്ത്. ഓപ്ഷൻ സി ലോത്ത്. അമ്മച്ചി ഉറപ്പിക്കുക. അബ്രഹാമും നാഹോറും ഹാരാനും സഹോദരങ്ങളാണ്. ആണോ? ലോത്തും? സംശയം ഉണ്ടായിരുന്നോ? ഇല്ല. ഉറപ്പുള്ള ഉത്തരവാണോ അമ്മച്ചി? ആണ്, ഉറപ്പാണ്, സംശയമില്ല. ഓക്കെ, ഓപ്ഷൻ സി ലോത്ത് ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അങ്ങനെ 1000 രൂപയുടെ സമ്മാനത്തുക ഇപ്പോൾ അമ്മച്ചിക്ക് ലഭിച്ചിട്ടുണ്ട്. അമ്മച്ചി ഈ ബൈബിൾ ഇത്രത്തോളം ഹൃദയസ്ഥമാക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ പഠിക്കാൻ അമ്മച്ചിയുടെ അകത്ത് അങ്ങനെ ഒരു പ്രേരണ വന്നതിന്റെ കാരണം തന്നെ ബൈബിൾ കുറച്ച് വായിക്കണം, എനിക്ക് മനസ്സിലാക്കണം, പഠിക്കണമെന്ന് തോന്നിയതിന്റെ കാരണം എന്താണ്? കാരണം എന്റെ ഹസ്ബൻഡ് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി. മാർത്തോമയിലാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നത്. പിന്നെ പോയപ്പോ പിന്നെ ഞങ്ങൾക്ക് വേദപുസ്തകം വായിക്കാൻ പാടില്ലാത്തൊരു സാഹചര്യം വന്നു. വായിക്കാൻ സമ്മതിക്കൂലായിരുന്നു. അങ്ങനെ ഒളിച്ചും പാർത്തും പതുങ്ങിയാണ് ഞങ്ങൾ ബൈബിൾ വായിച്ചത്. അങ്ങനെയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് പുള്ളി വീട്ടിൽ നിന്ന് പോകുന്നതും ഉടനെ തന്നെ വേദപുസ്തകം എടുക്കും, വായിക്കും, അങ്ങനെ പഠിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. അതാണ് പ്രതികൂലത്തിന്റെ നടുവിലായതുകൊണ്ട് ബൈബിൾ വായിച്ചപ്പോ പെട്ടെന്ന് അത് അത്രത്തോളം അതിനോട് ആകർഷണം തോന്നി. മുഴുവൻ ബൈബിളും വായിച്ച് പൂർത്തീകരിച്ചോ? എത്ര തവണ വായിച്ചിട്ടുണ്ട്? ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണിയിട്ടില്ല. ബൈബിൾ ഒരുപാട് തവണ മുഴുവൻ ബൈബിളും വായിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രസംഗമൊക്കെ നടത്തുവോ അമ്മച്ചി? ചർച്ചില് പ്രസംഗ മത്സരത്തിന് ചേർന്നിട്ടുണ്ട്. സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഒന്നാം സമ്മാനത്തിൽ വന്നിട്ടുണ്ട്. അമ്മച്ചി ഒരു ചെറിയ ആളല്ല. അമ്മച്ചി വായിക്കുകയും പ്രസംഗിക്കുകയും സുവിശേഷ വേലയൊക്കെ ചെയ്യുന്നുണ്ടോ അമ്മച്ചി? സുവിശേഷ വേലയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ അമ്മച്ചിയുടെ അനുഭവത്തിൽ അങ്ങനെ വ്യക്തിപരമായി സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ടോ? ഒത്തിരി പേരുണ്ടോ? അതോ? ഒത്തിരി പേരില്ല, കുറച്ചുണ്ട്. ഒരു ഏകദേശം ഒരു എത്ര പേര് കാണും? എനിക്ക് ഏറ്റവും അടുത്ത ഒരു ഫിലോമിന എന്ന് പറഞ്ഞ ഒരു മോളെന്ന് പറഞ്ഞാ മോളല്ല, കുറച്ചുകൂടെ പ്രായമുണ്ട്. അത് വിശ്വാസത്തിൽ വന്ന് ഇന്നുവരെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. വചനം പറയുന്നത് സർവ്വലോകത്തെക്കാളും വിലയാണ് ഒരു ആത്മാവിനുള്ളത്. ആത്മാവിനെ കർത്താവിന്റെ വചനത്തിലേക്കും പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലേക്കും ഒക്കെ അനയിക്കാൻ ഒരു മുഖാന്തരമായി തീരുന്നത് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പൊ ഈ കാലത്ത് ദൈവം അസാധാരണമായി ഉപയോഗിച്ചൊരു അമ്മച്ചിയാണ്. അപ്പൊ നമുക്ക് ഈ മത്സരം അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിൽ പോകുമ്പോൾ 2 ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അമ്മച്ചി ഏത് തിരഞ്ഞെടുക്കുന്നു? പഴയ നിയമം. ഇപ്പൊ പഴയ നിയമമാണെങ്കിൽ അടുത്ത റൗണ്ട് പുതിയ നിയമം ചോദിക്കും. ഓക്കെ, അപ്പൊ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുമായി അമ്മച്ചി മുമ്പോട്ട് പോവുകയാണ്. പഴയ നിയമത്തിലെ ആദ്യത്തെ ചോദ്യം: നോഹയുടെ പെട്ടകം ഉറച്ചത് എവിടെ? ഓപ്ഷൻ എ അരാറാത്ത് പർവ്വതത്തിൽ, ഓപ്ഷൻ ബി മോറിയ മലയിൽ, ഓപ്ഷൻ സി സെയീർ പർവ്വതത്തിൽ, ഓപ്ഷൻ ഡി ഷിനാർ ദേശത്ത്. എവിടെ? ഓപ്ഷൻ എ അരാരാത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകം ഉറച്ചു. നോക്കാം, ആ ഉത്തരം ശരിയാണോ? അവിടെയും പച്ച തന്നെ കത്തിയിട്ടുണ്ട്. അപ്പോൾ അരാരാത്ത് പർവ്വതത്തിൽ ആണ് നോഹയുടെ പെട്ടകം ഉറച്ചത്. ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടാമത്തെ ചോദ്യം:
യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക എന്ന് ആമോസിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ കർത്താവ്, ഓപ്ഷൻ ബി അമസ്യാവ്, ഓപ്ഷൻ സി യെരോബെയാം, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. അമസ്യാവ് ഉറപ്പാ? ഓപ്ഷൻ ബി അമസ്യാവ് എന്നുത്തരം അമ്മച്ചി ഉറപ്പിച്ചിരിക്കുകയാണ്. 100% ഉറപ്പാണ്. ഉറപ്പാ ആണല്ലേ? ഓപ്ഷൻ ബി അമസ്യാവ് എന്നുത്തരം ശരിയാണോ? അമസ്യാവും എന്നുത്തരം ശരിയാണ്. അങ്ങനെ സമ്മാനത്തുക 2000 രൂപയായിട്ടുണ്ട്. ഇനി അമ്മച്ചിക്ക് ഒരു ഓപ്ഷൻ കൂടെ തരികയാണ്. ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ അമ്മച്ചിക്ക് അവിടെ വെച്ച് മത്സരം അവസാനിപ്പിക്കാം. ഇനി ഉത്തരം പറഞ്ഞ് തെറ്റിപ്പോയെങ്കിൽ നമുക്ക് സമ്മാനത്തുക 1000 വരും. ഉത്തരം പറഞ്ഞ് ശരിയായെങ്കിൽ മുന്നോട്ട് പോകാം. ഇനി അറിയില്ലെങ്കിൽ തെറ്റായ ഒരു ഉത്തരം പറഞ്ഞ് ഇപ്പോഴുള്ള സമ്മാനത്തുക നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ശ്രമിക്കുക. പിടികിട്ടിയല്ലോ? പോകാം. മൂന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. ഇവയിൽ ഗോലിയാത്തിന് ഇല്ലാതിരുന്നത് എന്താണ്? ഓപ്ഷൻ എ താമ്ര ശിരസ്ത്രം, ഓപ്ഷൻ ബി താമ്രം കൊണ്ടുള്ള കാൽച്ചട്ട, ഓപ്ഷൻ സി താമ്ര കവചം, ഓപ്ഷൻ ഡി താമ്രം കൊണ്ടുള്ള കുന്തം. ഇവയിൽ ഗോലിയാത്തിന് ഇല്ലാതിരുന്നത് എന്താണ്? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ താമ്ര ശിരസ്ത്രം, ഓപ്ഷൻ ബി താമ്രം കൊണ്ടുള്ള കാൽച്ചട്ട, സി താമ്ര കവചം, ഡി താമ്രം കൊണ്ടുള്ള കുന്തം. മുന്നോട്ട് പോകുന്നു. അവസാനിപ്പിക്കണോ? അമ്മച്ചിയെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അമ്മച്ചി ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ബുദ്ധിമുട്ടാണോ? അവസാനിപ്പിക്കുകയാണോ? അതോ അതിനകത്ത് ശിരസ്ത്രം, കാൽച്ചട്ട, കവചം, കുന്തം എല്ലാം താമ്രമാണ്. അതിലൊരു വസ്തു ഗോലിയാത്തിന് ഇല്ലായിരുന്നു. ദാവീദ് എന്താണ് ഗോലിയാത്തിനോട് പറഞ്ഞത് എന്നൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന ഒരുപക്ഷെ ചിലപ്പോൾ ഉത്തരം കിട്ടിയേക്കും. നീ ഇന്നതുമായി ഞങ്ങളുടെ നേർക്ക് വരുന്നോ എന്നൊക്കെ ദാവീദ് ചോദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാം അമ്മച്ചി? ആ സമ്മാനത്തുക നഷ്ടപ്പെടുത്താതെ നമുക്ക് അവസാനിപ്പിക്കാമോ? അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാം. അമ്മച്ചിക്ക് അതൊരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും നമ്മൾ ആ മത്സരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അമ്മച്ചി നല്ല 2000 രൂപ സമ്മാനത്തുകയിൽ അമ്മച്ചി എത്തിയിട്ടുണ്ട്. നല്ലൊരു സമ്മാനത്തുക അമ്മച്ചി എത്തി. ഈ ചോദ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് എല്ലാം താമരമായതുകൊണ്ടേ ഏതാണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. എങ്കിലും അമ്മച്ചി ഒന്ന് ട്രൈ ചെയ്യും എന്ന് ഞാൻ ചിന്തിച്ചു. കുഴപ്പമില്ല. നമുക്ക് മത്സരം നമ്മൾ അവസാനിപ്പിച്ചു. അമ്മച്ചിക്ക് പ്രത്യേകം ഞങ്ങളുടെ ഒരു അഭിനന്ദനമല്ല, അമ്മച്ചി ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. ഞങ്ങളെപ്പോലുള്ള യുവാക്കൾക്കും വരും തലമുറയ്ക്ക് അമ്മച്ചി ഒരു പ്രോത്സാഹനമാണ്. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ബൈബിൾ വായിക്കാനും കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി നിൽക്കാനും ഒക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾക്കൊരു വല്ലാത്ത പ്രോത്സാഹനമാണ്. അമ്മച്ചിയെ ഈ സീറ്റിൽ ലഭിച്ചതിൽ അത് ബൈബിൾ ബ്രെയിൻസിൻ്റെ ഒരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് യൗവനപ്രായത്തിൽ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുകയും ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കുകയും കഷ്ടം സഹിക്കുകയൊക്കെ ചെയ്തത് അത് വലിയ കാര്യമാണ്. ഞങ്ങൾക്കാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് അമ്മച്ചിക്ക് കിട്ടിയത്. അതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. അമ്മച്ചി ഇവിടെ കിട്ടിയത് ഒരു ഭാഗ്യമായി തന്നെ വിലയിരുത്തുന്നു. കർത്താവ് വീണ്ടും അമ്മച്ചിയെ സഹായിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദൈവം തരട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി ഇനിയും പ്രയോജനപ്പെടുത്തട്ടെ. നമ്മൾ മത്സരം അവസാനിപ്പിച്ചു. പക്ഷേ അമ്മച്ചി ഏതൊരു ഉത്തരം
അമ്മച്ചിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉത്തരം കാണുമല്ലോ, ആ ഉത്തരം ഏതാണ്? മത്സരം അവസാനിച്ചതാണ്, എന്നാലും അമ്മച്ചിക്ക് ഒരു ഉത്തരം ഇനി പറയാം ഫ്രീ ആയിട്ട്. താമ്രം കൊണ്ടുള്ള കാൽച്ചട്ട. താമ്രം കൊണ്ടുള്ള കാൽച്ചട്ട, അതാണ് ഗോലിയാത്തിന് ഇല്ലാതിരുന്നാണ് മനസ്സിൽ കിടന്നൊരു ചിന്ത. എന്നാലും ഉത്തരം പറഞ്ഞ് തെറ്റിപ്പോയുള്ള സമ്മാനം കളയണ്ട എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഉത്തരം പറയാതിരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി, താമ്രം കൊണ്ടുള്ള കാൽച്ചട്ട എന്ന ഉത്തരം ശരിയായിരുന്നോ? ആ ഉത്തരം ചുവപ്പ് കത്തിയിട്ടുണ്ട്. താമ്രം കൊണ്ടുള്ള കുന്തമാണ് പച്ച കത്തിയിരിക്കുന്നത്. ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞിരുന്നു, ദാവീദ് പറഞ്ഞത് വാളും വടിയുമായി നീ ഞങ്ങളുടെ നേർക്ക് വരുന്നു. ആ കൂട്ടത്തിൽ കുന്തമില്ല. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ ആയുധമാണ്. ആയുധമല്ല, വസ്ത്രമാണ്. ശിരസ്ത്രമാണെങ്കിലും കാൽച്ചട്ടയാണെങ്കിലും കവചമാണെങ്കിലും വസ്ത്രമാണ്. അവന്റെ ആയുധം വാളും വടിയുമാണെന്ന് ദാവീദ് പറഞ്ഞു. അതാണ് ഞാൻ ആ ഒരു ക്ലൂ അമ്മച്ചിക്കൊന്ന് തരാൻ പരിശ്രമിച്ച. കുന്തം ആ കൂട്ടത്തിലില്ല. നീ വാളും വടിയുമായി ഞങ്ങളുടെ നേർക്ക് വരുന്നു. ഇതാണ് ഈ പ്രതികരിക്കാനുള്ളൊരു ആയുധം. കുന്തമായിരുന്നു. കുന്തം ഗോലിയാത്തിനില്ല. ദാവീദ് പറഞ്ഞ വാക്കാണ് വാളും വടിയും. ഞാനതൊരു അമ്മച്ചിക്ക് ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിലേക്ക് വരുമെന്ന് ഞാൻ കരുതി. പക്ഷേ അമ്മച്ചി വളരെ നല്ല രീതിയിൽ മത്സരിച്ചു. 9 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മത്സരത്തിന്റെ പകുതി ചാടി കടന്നിരിക്കുന്നു. പകുതിയിലപ്പുറത്തേക്ക് അമ്മച്ചി വന്നു. ഞാൻ പറഞ്ഞു, ഇനി എന്താണ് അടുത്ത തലമുറയോട് അമ്മച്ചിക്ക് പറയാനുള്ളൊരു സന്ദേശം? അടുത്തൊരു വളർന്നു വരുന്ന തലമുറയോട് അമ്മച്ചിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ്? ദൈവത്തിന്റെ വചനം എപ്പോഴും ധ്യാനിക്കണം, പഠിക്കണം. വചനം പഠിച്ച് മുന്നേറണം എന്നുള്ളതാണ് എൻ്റെ തലമുറകളോടും ഞാൻ പറയുന്നതാണ്. എപ്പോഴും തലമുറകളോട് പറയുന്നത്. മക്കൾ എത്ര പേരുണ്ടെന്ന് അതൊന്നും ഞാൻ ചോദിച്ചിരുന്നില്ല. 3 മക്കള്. എല്ലാരും ദൈവവേലയിലാണോ? ഒരാള് മാത്രം കുടുംബമായിട്ട് ദൈവവേലയിലാണ്. ഒരാള് മാത്രം ദൈവവേലയിൽ. ബാക്കിയുള്ളവരൊക്കെ? രണ്ടാമത്തെ ആള് മോൻ വചനം പഠിച്ച് അതിനുവേണ്ടി പരിശീലിച്ചുകൊണ്ട് നിൽക്കുന്നു. മൂന്നാമത്തെ ആള് ഒരു ശാരീരികമായുള്ള ഒരു അസ്വസ്ഥതയുണ്ട്, ഫിറ്റ്സിന്റെ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. 10ാം ക്ലാസ് വരെ പഠിക്കാനേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അമ്മച്ചിക്ക് അനുവദിച്ച എല്ലാ സാഹചര്യത്തിലും വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് ഇന്നും കർത്താവിന്റെ കൂടെ നടക്കുന്നത് ഞങ്ങൾക്കൊരു അതിശയമാണ്. വരും തലമുറയ്ക്ക് അമ്മച്ചി ഏറ്റവും മികച്ച ഒരു മാതൃകയാണ്. അതില് ഞങ്ങളുടെ എല്ലാ ഭാവുകങ്ങളും അമ്മച്ചിക്ക് അറിയിക്കുന്നു. ദൈവം എല്ലാ വിധത്തിലും വീണ്ടും പ്രാർത്ഥനകൾ കേൾക്കുകയും വഴികൾ തുറക്കുകയും അമ്മച്ചി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും പ്രിയപ്പെട്ടവരും മാതാപിതാക്കളും ഒക്കെ മത്സരിക്കാൻ താല്പര്യരായിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ്. ബൈബിൾ വായിക്കുന്നവർക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു പ്രത്യേക സമൂഹത്തിന്റെ പ്രോഗ്രാം അല്ല. ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ല, ആരുമാകട്ടെ ബൈബിൾ വായിക്കുകയോ ബൈബിൾ മനസ്സിലാക്കുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കും ഈ 5 പുസ്തകങ്ങൾ വായിക്കാം, കടന്നു വരാം, മത്സരിക്കാം, സമ്മാനങ്ങൾ നേടാം. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore.
Bible Brains. Powered by Good News Live.